2023 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 130 ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വാല്യൂ 0.685 ഇന്ത്യ ഉൾപ്പെടുന്നത് മീഡിയം HDI കാറ്റഗറിയിലാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് UNDP ആണ്, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. 1990 മുതലാണ് HDI റിപ്പോർട്ട് UNDP പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങിയത്. 2023 HDI റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാം റാങ്ക് ഉള്ളത് ഐസ്ലാൻഡിനാണ്. ഐസ്ലാൻഡിൻ്റെ HDI വാല്യൂ 0.972 ആണ്. രണ്ടാം സ്ഥാനത്ത് നോർവേയും സ്വിറ്റ്സർലാൻഡുമാണ്. HDI വാല്യൂ 0.970 ആണ്. മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് 0-നും 1-നും ഇടയിലാണ്. വികസനമില്ലായ്മയെ സൂചിപ്പിക്കുന്ന മൂല്യം 0-ഉം ഏറ്റവും ഉയർന്ന വികസനത്തെ സൂചിപ്പിക്കുന്ന മൂല്യം 1-ഉമാണ്. 0.8 മുതൽ 1.0 വരെ, അതായത് 1 വരെയാണ് വളരെ ഉയർന്ന മാനവ വികസനം എന്ന് പറയുന്നത്. ഇനി 0.7 മുതൽ 0.799 വരെയാണെങ്കിൽ ഉയർന്ന മാനവ വികസനം. ഇന്ത്യ ഉൾപ്പെടുന്ന ഇടത്തരം മാനവ വികസനം വരുന്നത് 0.550 മുതൽ 0.699 വരെയാണ്. ഇനി 0.550ക്ക് താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനമാണ് ഉണ്ടാവുക. 2023 HDI ഇൻഡെക്സ് വാല്യൂ ഏറ്റവും കുറഞ്ഞ രാജ്യം അത് യമനാണ്. 0.47 ആണ് യമൻ്റെ HDI വാല്യൂ എന്ന് പറയുന്നത്. 2022 ഇന്ത്യയുടെ HDI റാങ്ക് 134 HDI വാല്യൂ 0.644 ആണ്. ആ സമയത്ത്, അതായത് 2022 ഒന്നാമത്തെ റാങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു. 0.967 ആയിരുന്നു സ്വിറ്റ്സർലാൻഡിൻ്റെ HDI ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. 2021 HDI റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 132 ആയിരുന്നു. ഇന്ത്യയുടെ HDI വാല്യൂ 0.633. 2021 HDI റാങ്കിങ്ങിൽ ഒന്നാമത്തെ റാങ്കിൽ വന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. 0.962 ആയിരുന്നു HDI ഇൻഡെക്സ് വാല്യൂ. ഇന്ത്യയിൽ മാനവ വികസന സൂചിക തയ്യാറാക്കിയത് അമർത്യ സെൻ ആണ് കേട്ടോ. മാനവ വികസനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മെഹബൂബ് ഉൽ ഹക്ക് ആണ്. ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് വികസിപ്പിച്ചത് ഡേവിഡ് മോറിസ് ആണ് 1979. താങ്ക് യു.